ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെഫിലുള്ള വൈറലാക്കിയ ഏത്തപ്പഴം കൊതപ്പിച്ചത്. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഇന്ന് അതിൽ ചെയ്യുന്നത്. ആരെന്ത് പറഞ്ഞാലും അതുവഴി അനുസരിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് അതിനകത്ത് ചേർക്കുന്നത് ചക്കയാണ് ഏത്തപ്പഴത്തിൻ്റെ ഒപ്പം. അത് മാറ്റി ഞാൻ മാങ്ങ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താവോ എന്തൊന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി നോക്കണത്. അപ്പോൾ ചീറ്റിപ്പോയാലും ഇല്ലെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങയുടെ ഒരു മാങ്ങയാണ് എടുത്തേക്കണത്, ഒരു പഴവുമാണ് എടുത്തത്. അപ്പം മാങ്ങ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അടിപൊളി മധുരമായിരുന്നു. എൻ്റെ അമ്മോ, രക്ഷയില്ലാത്ത അത്ര മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. മാങ്ങ ഇതുപോലെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ അരിഞ്ഞതിൻ്റെ ഫസ്റ്റ് ടൈം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ഒടുക്കത്തെ മധുരമായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാങ്ങണ്ടി ഇതുപോലെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ മാങ്ങണ്ടി ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്നെപ്പോലെ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി കൈയൊക്കെ കഴുകി വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വേണ്ടത് ഏത്തപ്പഴം ആണ് എടുത്തേക്കുന്നത്. ഏത്തപ്പഴം തൊണ്ടൊക്കെ കളഞ്ഞ് ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കണം. പിന്നെ തേങ്ങ വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഏത്തപ്പഴം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഏത്തപ്പഴം കട്ട് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക രസമല്ലേ, ഭയങ്കര സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഏത്തപ്പഴം അരിഞ്ഞ് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാം വേണ്ടത്. അപ്പോൾ ഗൈസ്, എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ അത്രയ്ക്ക് അറിയില്ല. എനിക്ക് അമ്മയാണ് തേങ്ങ പൊട്ടിച്ച് തന്നത്. ഈ പണിയും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എന്ത് ചെയ്യാം, ഇതുണ്ടാക്കി നോക്കണമെങ്കിൽ ഇതുപോലെ തേങ്ങ ചിരണ്ടി എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ തേങ്ങ ചിരണ്ടി കൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഇടുമ്പോൾ നടുക്കുന്നൊക്കെയാണ് ചിരണ്ടാറുള്ളത്. എല്ലാവരും എന്നെ കുറ്റം പറയാറുണ്ടോ. അപ്പോൾ അതേ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐറ്റം ഉണ്ടാക്കാൻ തുടങ്ങാം. തീ കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. ശേഷം അതിനകത്തേക്കൊരു ബട്ടർ മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും പഴം ഇട്ട് കൊടുക്കുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് സ്ലോലി ഫ്ലെയിം വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തതിലേക്ക് പിന്നെ മാങ്ങ ഇടാം. അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയിരുന്നു. ആദ്യം ഒരെണ്ണമുണ്ടായുള്ളൂ, വീണ്ടും കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ കൊതിയായി. അപ്പോൾ മാങ്ങിയിട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 2 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാക്കിയിട്ടും ഈ ഒരു കണ്ടീഷനിലാകുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ക്യാരമലൈസ് ചെയ്യണം പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശേഷം പഴം കൂട്ടി മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു കുറച്ച് നേരം ജസ്റ്റ് ഇതുപോലെ വീണ്ടും സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 2 ഏലക്കായ പൊടിച്ചതും കൂടി അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങ ചിരണ്ടി പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ 2ാം പാലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായിട്ട് തരിയൊക്കെ ഉടച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം അത് നമ്മുടെ ഈ പഴവും മാങ്ങയും കൂടി വരട്ടി വെച്ചേക്കുന്നതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ കട്ടയാവാനായിട്ട് ചാൻസസ് ഉണ്ട് പെട്ടെന്ന്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഈ ഒരു കണ്ടീഷൻ ആകുമ്പോഴേക്കും നമുക്ക് നല്ല തിക്ക് പാല്, അതായത് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല തിക്കായിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. ആ പാലും കൂടി ചേർത്ത് ശേഷം ഇളക്കി കൊടുക്കാം. പക്ഷെ അധികം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ
നമ്മുടെ ഏത്തപ്പഴം കൊതിപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചൂടൊക്കെ ഒന്ന് ആറ്റിയ ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും പഴം കടിക്കണേക്കാളും മാങ്ങ ആ തേങ്ങാപ്പാലിലും പഞ്ചസാരയിലൊക്കെ കിടന്ന ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.